ഇതാണ് ഞാൻ ധാർവാദിക്ക് പോകുന്ന ബസ്. ഇന്റർസിറ്റി ബസ്സാണ്. ഇന്റർസിറ്റി സ്മാർട്ട് ബസ്. കൊള്ളാല്ലേ? കിടന്നിട്ടൊക്കെ പോകും. ആകെ 2-4 ആൾക്കാരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും മജസ്റ്റിക്കുന്നായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ കയറുണ്ടാവുക. കിടന്നിട്ട് പോകാൻ സൗകര്യമുള്ള ബസ്സാണ്. ബാത്റൂമൊക്കെ ഈ ബസ്സിലുണ്ട്. ഇത് ലൈറ്റൊന്നും വർക്ക് ചെയ്യുന്നുണ്ട്. ഉച്ച എവിടെ നിന്നറിയില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ ഏസി വരും. അവിടെ വേറെ കാറ്റ് വരുന്നുണ്ട്. ഒന്നും ഇറങ്ങിയൊന്നുമല്ല. അപ്പോഴേക്കും എന്താ ബസ് ഇവിടെ വന്നിട്ട് നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇന്റർസിറ്റി ജെയറിൻ്റെ സ്മാർട്ട് ബസ്, അതിലാണ് പോകുന്നത്. ഇതൊരു പമ്പാണ്. പമ്പിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇതേപോലെ പോകുന്ന എല്ലാ ലോങ് ട്രിപ്പ് ബസ്സുകളും ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. ഇന്റർസിറ്റി സ്മാർട്ട് ബസ് 2 ഉണ്ട് കേട്ടോ. ഞാൻ വണ്ടി മാറി കയറി. ഞാൻ കയറിയിട്ട് എൻ്റെ സ്ഥലം നോക്കി പോകുമ്പോൾ അവിടെ എൻ്റെ ലഗേജ് കാര്യങ്ങളൊന്നും കാണാനില്ല. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോഴാണ് രണ്ടാമതൊരു ബസ് കിടക്കുന്നുണ്ട്. രണ്ടും ഒരേ കളറ്, ഒരേ ഡിസൈൻ. ഓ, ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ വണ്ടിയുടെ നമ്പറൊക്കെ നോക്കിയതിന് ശേഷമാണ് കൺഫേം ആയത്. അതാ വീണ്ടും യാത്ര തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വണ്ടി ഓണാക്കി, AC ഓണാക്കി വന്ന് സമയം പുലർച്ചെ 5:07. ധാർവാദിലെത്തി. അല്ല, വാക്കബിൾ ഡിസ്റ്റൻസ്. ധാർവാദിലെത്തി. ധാർവാദിൽ നിന്ന് സെൻട്രൽ പാർക്ക് ഫോട്ടോയ്ക്ക് പോകണം. അവിടെ ആണ് പറഞ്ഞിട്ടുള്ളത് റൂമൊക്കെ. എവിടേക്ക് ഒരുപാട് ഇതേപോലെ തന്നെ ഞാൻ വന്ന പോലത്തെ ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഹോട്ടൽ സെൻട്രൽ പാർക്ക് അത് അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ വന്നിട്ട് റൂം എടുക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൻ്റെ റൂം. 2 പേർക്ക് കിടക്കാവുന്ന റൂമാണ്. ഇവരെന്തിനാണ് എനിക്ക് 2 പേർക്കുള്ള റൂം തന്നതെന്ന് അറിയില്ല. ഇനി ഡബിൾ റൂമിൻ്റെ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ടാണോ? നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അലമാരൊക്കെ ഉണ്ട്. ധാർവാദ് ജംഗ്ഷനാണ്. ഒരു KSRTC വരുന്നുണ്ട്. ഇതൊന്നും നിർത്തുന്നില്ല. 50 രൂപ വേണമെന്ന് പറഞ്ഞത് 2 കിലോമീറ്റർ യാത്ര ചെയ്യണേ. നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ റേറ്റ് ഉണ്ടല്ലോ അല്ലേ? പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കിട്ടൂരിലേക്ക് ബസ് കിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. കിട്ടൂര് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണ്. അജാംസ് ബസ്സൊക്കെ ഉണ്ട്. ഇവിടെ കിട്ടൂർ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞ് ഇവിടെ കിട്ടൂർക്കുള്ള ബസ് വരുമെന്നാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്യാം. റാണി ചിന്നമ്മയുടെ ഒരു ശില്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈകുന്നേരം വന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തരാം. ഇപ്പോൾ സമയമില്ല. എനിക്ക് പോകേണ്ട വഴി ഇത് അങ്ങോട്ട് തന്നെയാണ്. ആ ആർച്ചിൻ്റെ അപ്പുറത്തേക്ക് പോയാലാണ് എൻ്റെ വഴി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോവാം. ഈ റാണി ചിന്നമ്മ ആരാണ്? ചെന്നമ്മ. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് വൈകുന്നേരം പറയാം. കുതിരയുടെ മീതെ പടവാളുമായിട്ട് പോകുന്ന ഒരു വനിതയാണ്. ഇവിടെ എന്താണിത്? യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചേട്ടന്മാരട്ടോ. അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ആർച്ചൊക്കെ ഉണ്ട്. മൂരിക്കുട്ടികളിനായിട്ട് രാവിലെ തന്നെ പോകുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതിയ ഒരു വനിതയാണ് കിട്ടൂർ ചെല്ലമ്മ എന്നറിയുന്ന ഈ റാണി ചെല്ലമ്മ. റാണി ചെന്നമ്മയുടെ ഒരു സ്തംഭം ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ആ ഒരു ഓവർബ്രിഡ്ജിൻ്റെ അവിടെ ഫോട്ടോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? കുതിരപ്പുറത്ത് ഇങ്ങനെ പടപൊരുതാൻ വേണ്ടി വരുന്നത് കണ്ടോ? ഇവിടുത്തെ ലിഫ്റ്റ് കണ്ടിട്ടുണ്ടോ? പഴയ ലിഫ്റ്റാണ് കേട്ടോ. ഡോറ് തുറക്കുന്നതാണ്. ഇവിടുത്തെ ഒരു ഹനുമാൻ്റെ അമ്പലത്തിൻ്റെ മുന്നിലാണ്. മുകളിൽ ഹനുമാൻ്റെ നല്ലൊരു പ്രതിമ ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു ജംഗ്ഷനാണ്. ഇനി ഈ തെരുവിലൂടെ കുറച്ചങ്ങോട്ട് നടന്നു പോവാം. തെരുവിലെ കാഴ്ചകളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ധാർവാദിലെ ജൂബിലി സർക്കിളിൽ ഒരു സ്മാർട്ട് ബസ്
സ്റ്റാൻഡ് അല്ല സ്റ്റാൻഡാണ് സ്റ്റോപ്പാണെന്ന് അറിയില്ല, അവിടെയാണ്. ഇങ്ങനെ മെട്രോയിൽ കയറുന്ന പോലെ കയറിയിട്ട് എവിടെ വന്ന് നിൽക്കണം, ബസ് ഇവിടെ വന്ന് നിൽക്കും, എന്നിട്ട് നമ്മൾ ഡോറ് തുറന്ന് കയറുക. നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. സിറ്റി ബസ് മെട്രോയിൽ പോകുന്ന പോലെ വിളിച്ച് പറയുന്നുണ്ട് 15 രൂപ ടിക്കറ്റിനുള്ളൂ നമുക്ക് ധാരവാഡ് ന്യൂ ബസ് സ്റ്റാൻഡിലെത്തും.